أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي رب زدنا علما نافعا. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ സൂറത്തുൽ മുൽക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിനെ ഏറ്റവും നന്നായിട്ട് നമുക്ക് അർത്ഥസഹിതം മനസ്സിലാക്കാൻ അള്ളാഹു അവസരം തന്ന അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കട്ടെ. കൂടുതലായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഒരു മിനിറ്റ്. ഇപ്പം നമ്മൾ സൂറത്തുൽ മുൽക്ക് 11 ആയത്ത് നമ്മൾ പറഞ്ഞ് 12-ാമത്തെ ആയത്തിൽ നമ്മൾ പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ അത് കുറച്ച് വിശദീകരിക്കാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഫസ്റ്റ് മുതലേ ഒന്ന് പാരായണം ചെയ്യാം അല്ലേ, ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم تبارك الذي بيده الملك وهو على كل شيء قدير الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير وللذين كفروا بربهم عذاب جهنم وبئس المصير إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. നിശ്ചയമായും തീർച്ചയായും ഇന്നല്ലദീന യാതൊരു കൂട്ടർ യഖ്ശൗന അവർ ഭയപ്പെടുന്നു റബ്ബഹും തങ്ങളുടെ റബ്ബിനെ ബിൽ ഗൈബ് അദൃശ്യമായ നിലക്ക് റബ്ബിനെ കാണാതെ തന്നെ ലഹും അവർക്കുണ്ട് മഗ്ഫിറത്തുൻ പാപമോചനമുണ്ട് വഅജ്റുൻ കബീർ
വലിയതായ പ്രതിഫലവുമുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കുള്ള പ്രതിഫലം പറയുന്നത് അല്ലേ. സുബ്ഹാനല്ലാഹ്. ശരിക്കും അജ്റുൻ കബീർ, അജ്റുൻ അളീം, അങ്ങനെ പല സ്ഥലങ്ങളിൽ പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട് സ്വർഗത്തെക്കുറിച്ച്. ഈ അജ്റുൻ കബീർ എന്ന് പറഞ്ഞാൽ അത് സ്വർഗം അല്ലേ. സ്വർഗം ആർക്കുള്ളതാണ്? അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് അല്ലേ. ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ. നമ്മൾ സൂറത്തുൽ ബഖറ പഠിക്കുമ്പോൾ അതിൻ്റെ തുടക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ ഗുണങ്ങൾ പറയുന്നുണ്ട് അല്ലേ. അതായത് ഈ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് ഇതിൽ യാതൊരു സന്ദേഹവുമില്ല, യാതൊരു തരത്തിലുള്ള ഒരു സംശയത്തിനും ഇടയുമില്ല. ഇത് വ്യക്തമായതാണ്. ഇതെന്തുണ്ട്? ഹുദയുണ്ട് അല്ലേ. ഹുദയുണ്ട്. അത് ആർക്കാണ് ഹുദ? അൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് അല്ലേ. സുബ്ഹാനല്ലാഹ്. മുത്തഖീങ്ങൾക്കാണ് ഇതിൽ ഹുദ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളുടെ ക്വാളിറ്റീസ് പറയുന്നുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റത്തെ ക്വാളിറ്റി ആയിട്ട് അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അല്ലദീന യുമിനൂന ബിൽ ഗൈബ് അല്ലേ. അവർ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അത് ഒരു എന്താ പറയുക, ഒരു ദൃഢമായ ഒരു വിശ്വാസം. നമ്മളെ റബ്ബ് എന്താണോ പറഞ്ഞത് അത് നമ്മൾ റബ്ബ് പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളത് എന്താക്കുന്നു? നമ്മൾ വിശ്വസിക്കുന്നു അല്ലേ. അപ്പോഴാണല്ലോ നമ്മളെ ഈമാൻ പൂർത്തിയാകുന്നത്. അപ്പം ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കാണ് എന്തുള്ളത്? സ്വർഗമുള്ളത് അല്ലേ. നമ്മൾ എല്ലാ നിലക്കും നമ്മളുടെ കാഴ്ചയിലും കേൾവിയിലും ധനസമ്പാദന മാർഗങ്ങളിലും അങ്ങനെ എല്ലാ ഇതിലും മേഖലയിലും ഒരു വിശ്വാസി അള്ളാഹുവിനെ ഭയപ്പെടേണ്ടതുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ ഒരു സിംഹത്തിനെയോ അല്ലെ ഒരു വന്യജീവിയെയോ ഒരു വിഷജന്തുവിനെയോ ഭയപ്പെടുന്നത് പോലെയുള്ള ഭയമല്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് നമുക്ക് ഒരു ഭയഭക്തിയാണ് ഉണ്ടാവേണ്ടത് അല്ലേ. ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വനഈം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. തീർച്ചയായും മുത്തഖീങ്ങൾക്കാണ് എന്തുള്ളത്? സൂക്ഷ്മത പാലിക്കുന്നവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തോപ്പുകളും സുഖാനുഗ്രഹങ്ങളിലുമായിരിക്കും അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ഗുണമെന്ന് പറയുമ്പോൾ അവർക്ക് ഫാക്കിഹീന ബിമാ ആതാഹും റബ്ബുഹും വഖാഹും റബ്ബുഹും അദാബൽ ജഹീം. അതായത് അവർക്ക് അള്ളാഹു നൽകിയതിൽ സന്തോഷിക്കുന്നവരാണ്. അത് മാത്രമല്ല, അവർ അങ്ങേയറ്റത്തെ ജ്വലിക്കുന്ന നരകശിക്ഷയെ തൊട്ട് പിന്നെ അവരെന്താണ് അവർ അള്ളാഹു തആല രക്ഷപ്പെടുത്തുന്നവരുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം മുത്തഖീങ്ങളായതുകൊണ്ടാണ് അവരെന്തായത്? സ്വർഗാവകാശികളായതും നരകശിക്ഷയിൽ നിന്ന് അവരെ അള്ളാഹു കാത്തുരക്ഷിച്ചതും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ പിന്നെ അള്ളാഹു ഈ പറഞ്ഞ സ്വർഗം അവർക്ക് നൽകിയത് അവർ മുത്തഖീങ്ങളായതുകൊണ്ടാണ് അല്ലേ. മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്നവർ, അദൃശ്യമായി റബ്ബിനെ ഭയപ്പെടുന്നവർ അല്ലേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നുണ്ട് എന്ന ബോധമുള്ള ആളുകൾ. അങ്ങനെയുള്ളവരാണല്ലോ ഈ അദൃശ്യമായ റബ്ബിനെ ഭയപ്പെടുക അല്ലേ. അതായത് ഇഹ്സാനുള്ള മുഹ്സിനീങ്ങളാണ് അവർ. മുഹ്സിനീങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇഹ്സാനുള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ കാണുന്നില്ലെങ്കിലും നമ്മളെ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധത്തോടെ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്. അതായത് നമ്മളെ മുമ്പിൽ അള്ളാഹു ഉണ്ട് എന്ന ഒരു ബോധത്തോടെ ഇബാദത്ത് ചെയ്യുന്നവർ. ശരിക്കും നമുക്ക് എന്ത് കർമ്മം ചെയ്യുമ്പോഴും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ കർമ്മത്തെ എത്ര മനോഹരമാക്കാൻ കഴിയൂലേ.
നമ്മളെ റബ്ബ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അന്നേരം നമ്മൾ നിസ്കാരം തന്നെ അങ്ങനെ ചിന്തിച്ച് നിസ്കരിക്കുമ്പോൾ അതെത്ര മനോഹരമായിരിക്കും അല്ലേ? നമ്മൾ ഓരോ കർമ്മങ്ങളും നമ്മളെ സൃഷ്ടിച്ച, നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്ന നമ്മളുടെ റബ്ബ് നമ്മളെ കാണുന്നുണ്ട്, നമ്മളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് അല്ലേ? ഫദ്കുറൂനി അദ്കുർക്കും അല്ലേ? നിങ്ങൾ എന്നെ ഓർക്ക്, ഞാൻ നിങ്ങളെ ഓർക്കാം. എല്ലാ നിലക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്നുണ്ട് ആ നിലക്ക് നമ്മൾ ജീവിക്കുമ്പോൾ. അപ്പം നമ്മൾ എല്ലാ മേഖലകളിലും എന്തുണ്ടാകണം? ഖുശൂഉള്ളവരാകണം, തഖ്വയുള്ളവരാകണം അല്ലേ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ആര് തൻ്റെ റബ്ബിൻ്റെ സ്ഥാനത്ത് ഭയപ്പെട്ടോ അല്ലേ, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചത് 2 സ്വർഗത്തോപ്പുകളാണ്. സുബ്ഹാനല്ലാഹ്, ജന്നതാൻ എന്ന് പറഞ്ഞത് അല്ലേ. അള്ളാഹു നമ്മളെയൊക്കെ അവിടെ എത്തിക്കട്ടെ. അതേപോലെ നമ്മൾ പലപ്പോഴും നമ്മൾ പാരായണം ചെയ്യുന്ന ചെറിയ സൂറത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. ആര് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛകൾ അല്ലേ, മനസ്സിൻ്റെ തന്നിഷ്ടങ്ങളിൽ നിന്നും ഇച്ഛകളെ വിലക്കി മാറ്റി നിർത്തുന്ന ആളുകൾ ആരോ, അവർക്കുള്ള പ്രതിഫലം, അവർക്കുള്ള സങ്കേതം, അവർക്ക് എത്തിച്ചേരാനുള്ള ഗേഹം എന്ന് പറയുന്നത് എന്താണ്? ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. എന്തൊരു സുന്ദരമായിരിക്കും അല്ലേ ആ സ്വർഗം. അള്ളാഹു നമ്മളെ അവിടെ എത്തിക്കട്ടെ, ആമീൻ. അതിന് അർഹത നേടിയെടുക്കാനുള്ള എല്ലാ ക്വാളിറ്റീസും നമ്മൾ ഇവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനാ നമ്മൾ പഠിക്കുന്നത് അല്ലേ? അതിനാ നമ്മൾ ഖുർആൻ പഠിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ എന്താണ്? സ്വർഗം. അജ്റുൻ കബീർ, അജ്റുൻ അലീം അല്ലേ? അത് നമുക്ക് കിട്ടണം. മഹത്തായ ആ വലിയതായ ആ പ്രതിഫലം, ആ സ്വർഗം, ആ സുഖാനുഗ്രഹങ്ങളിൽ, ആ തോപ്പുകളിൽ നമുക്ക് ഉല്ലസിക്കണം. നമ്മൾ അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യുന്നത്? നമ്മളെ ജീവിതത്തിൽ ആ ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ടോ? ഫസ്തബിഖുൽ ഖൈറാത്തുകളാകുന്നുണ്ടോ നമ്മൾ? നന്മയിൽ മുന്നേറുന്നവർ. ഒരു സെക്കൻഡ് കിട്ടിയാൽ പോലും അതിൽ എനിക്ക് നാളെ എൻ്റെ റബ്ബിൻ്റെ മുന്നിൽ പ്രതിഫലം വാങ്ങാൻ, എൻ്റെ സ്വർഗത്തിന് വേണ്ടി അല്ലേ, എൻ്റെ സ്വർഗത്തിലെ ഭവനങ്ങൾക്ക് വേണ്ടി, തോട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കി വെക്കുന്നുണ്ടോ? നമ്മളെ വിലപ്പെട്ട സമയങ്ങളെ, നമ്മളുടെ ആരോഗ്യത്തെ, നമ്മളുടെ സമ്പത്തിനെ, നമ്മളുടെ മക്കളെ, നമ്മളെല്ലാം അതിനു വേണ്ടി മാറ്റി വെക്കുന്നുണ്ടോ? നമ്മൾ പലപ്പോഴും സഹാബാക്കളുടെ ചരിത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ ആവേശം കൊള്ളാറുണ്ട് അല്ലേ? അബൂ തുൽഹ റളിയല്ലാഹു അൻഹു, പിന്നെ അബൂദർദ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി അവരുടെ സമ്പാദ്യങ്ങളെ അല്ലേ, ബൈറുഹ തോട്ടം അള്ളാഹിൻ്റെ പേരിൽ അങ്ങ് കൊടുക്കുക. ലൻ തനാലുൽ ബിർറ എന്നുള്ള ആയത്ത് കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് തനിക്കുള്ള സമ്പാദ്യം മുഴുവനും ദാനം ചെയ്യാൻ, ദീനിന് വേണ്ടിയിട്ട് ഫീ സബീലില്ല കൊടുക്കുകയെന്നില്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മളോ? നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ദാനം ചെയ്യാൻ ഇപ്പോഴും നമ്മളെ മനസ്സ് പാകപ്പെട്ടിട്ടില്ല അല്ലേ? നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് എപ്പോഴാണോ നമ്മൾ ഉയരുക, അപ്പോഴേ നമ്മൾ ആ പറഞ്ഞ സഹാബാക്കളുടെ അല്ലേ, അവർക്കൊക്കെ കിട്ടിയ ആ സ്വർഗത്തിലേക്കല്ലേ നമ്മളും പോകേണ്ടത്. അതല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതല്ലേ നമ്മൾ കൊതിക്കുന്നത്. എന്നിട്ടോ നമ്മളെ പ്രിയപ്പെട്ടതൊക്കെ നമ്മളോട് ചേർത്ത് ഒട്ടിച്ചു വെക്കുന്നു അല്ലേ? നമുക്ക് വേണ്ടാത്തതും അത്യാവശ്യമില്ലാത്തതുമായത് നമ്മൾ കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അള്ളാഹു നമുക്കൊക്കെ വിശാലമായ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ, ആമീൻ. അപ്പോൾ സ്വർഗം എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാകുമ്പോൾ അതിനുതകുന്ന കർമ്മങ്ങളും നമ്മളിൽ ഉണ്ടാകണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിക്കാൻ കഴിയണം. വാക്കിലും പ്രവർത്തനങ്ങളിലും നോട്ടങ്ങളിലും എല്ലാ മേഖലകളിലും എല്ലായിടത്തും നമുക്ക് സൂക്ഷ്മത വേണം അല്ലേ? അപ്പോഴാണ് അള്ളാഹുവിൻ്റെ ആ ഒരു
കാരണം അള്ളാഹു ശിക്ഷിക്കുമ്പോൾ അവിടെയും പറയുന്നുണ്ടല്ലേ, അലമു അന്നല്ലാഹു ശദീദുൽ ഇഖാബ് വ അന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹുവിൻ്റെ ശിക്ഷ എന്നുള്ളത് അത് കഠിനമാണ്, അത് നിങ്ങൾ അറിയണം. എന്നാൽ അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. സുബ്ഹാനല്ലാഹ്. ശിക്ഷയെ കുറിച്ച് പറഞ്ഞ് നമ്മളെ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതാണ്. പക്ഷെ അള്ളാഹു എന്താണ്? ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് അല്ലേ. അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്ന ആ ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അതേ നമ്മൾ അദൃശ്യമായ റബ്ബിനെ ഭയപ്പെടുന്ന നമുക്ക് എല്ലാ അദൃശ്യ കാര്യങ്ങളിൽ നമുക്ക് വിശ്വാസമാണ് അല്ലേ. നമ്മളുടെ ആ മരണം എന്ന യാഥാർത്ഥ്യം സംഭവിക്കുന്നതോടുകൂടി നമ്മൾ അതുവരെ വിശ്വസിച്ച അദൃശ്യ ലോകത്തിൻ്റെ ആ ഒരു ഓപ്പണിംഗ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ നമ്മൾ ദൃശ്യമായി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. പക്ഷേ നമ്മളുടെ മരണം, നമ്മൾ ഈ ദുനിയാവിലെ കണ്ണടയുന്നതോടുകൂടി നമ്മൾ ഇതുവരെ കാണാത്ത ഒരു ലോകത്തേക്ക് നമ്മളുടെ കണ്ണുകൾ തുറക്കപ്പെടുകയാണല്ലേ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ റൂഹ് നമ്മളെ ശരീരം വിട്ട് വേർപെട്ടു പോകുന്ന ആ നിമിഷം മുതൽ നമ്മൾ കാണുന്ന കാഴ്ചകളൊന്നും ഈ ദുനിയാവിലെ ഇതുവരെ കണ്ട കാഴ്ചകളായിരിക്കില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നല്ല അവസ്ഥയിൽ നല്ലത് കണ്ടുകൊണ്ട് നല്ലതായ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ മലായിക്കത്തുകളെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അത് കഴിഞ്ഞില്ലേ നമ്മളെ റൂഹം കൊണ്ട് ഇങ്ങനെ പോകുന്നു പറയുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. എന്തായിരിക്കും അതിൻ്റെ അവസ്ഥ നമുക്കറിയൂല. അവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് നമുക്കറിയൂല. നമുക്ക് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ മാത്രമേ നമുക്കറിയൂ അല്ലേ. നമ്മളെ മരണാനന്തരം നമ്മളുടെ ഭൗതിക ശരീരം ഇവിടെയുള്ളവർ കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, ഖബറിൽ വെക്കുന്നു, മറമാടുന്നു. സുബ്ഹാനല്ലാഹ്. അവർ മണ്ണിട്ട് അവർ ദുആ ചെയ്ത് അവർ പോയി അല്ലേ. പിന്നെ ഉള്ള കാഴ്ചകളും പിന്നെ ഉള്ള അനുഭവങ്ങളൊക്കെ നമ്മളാണ് കാണുന്നത്, നമ്മളാ അനുഭവിക്കുന്നത്. അതൊക്കെ അദൃശ്യമായൊരു ലോകമാണ് അല്ലേ. സുബ്ഹാനല്ലാഹ്. ആ ഖബറിൽ നമ്മളെ കിടത്തി മലായിക്കത്തുകൾ വന്ന് ചോദ്യം ചെയ്യുന്ന അവസരം നമ്മളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് വിശദമായിട്ട് ഹദീസുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ആ ഖബറിൽ നമ്മൾ കിടക്കുമ്പോൾ ഈ സൂറത്തുൽ മുൽക്ക്, നമ്മൾ സൂറത്തുൽ മുൽക്കിൻ്റെ ആളാണെങ്കിൽ നമുക്കവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് രക്ഷ പറഞ്ഞുകൊണ്ട് നമുക്കവിടെയുള്ള ശിക്ഷകൾ ലഘൂകരിച്ച് നമുക്കവിടെ രക്ഷ നൽകാൻ ഈ സൂറത്തുൽ മുൽക്ക് ഉണ്ടാവും എന്ന് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ സൂറത്തുൽ മുൽക്കിൻ്റെ ആളായോ? നമ്മളിങ്ങനെ പാരായണക്കാർ മാത്രമായി പോയാൽ പോരല്ലേ. സൂറത്തുൽ മുൽക്ക് അർത്ഥസഹിതം പഠിച്ച് അത് മനസ്സറിഞ്ഞ് നമ്മൾ പാരായണം ചെയ്യണം. വെറുതെ അല്ല ഈ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ ഖബർ ശിക്ഷയിൽ നമുക്ക് രക്ഷ നൽകുമെന്ന് പറഞ്ഞ് ഇതിലെ ഓരോ ആയത്തുകളും നമ്മളെ ജീവിതത്തോട് ചേർത്ത് വെക്കേണ്ട ആയത്തുകളാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ വഅജ്റുൻ കരീം എന്ന് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കണം അല്ലേ. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. കാരണം നമ്മളെല്ലാവരും അള്ളാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണ് അല്ലേ. ഓരോരുത്തർക്കും സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുളമൂൻ. ഓരോ നഫ്സും പ്രവർത്തിച്ചതിനനുസരിച്ച് അവിടെ പൂർത്തിയായിട്ട് നൽകും പ്രതിഫലം. ഒരാളോടും അനീതി കാണിക്കൂല. സുബ്ഹാനല്ലാഹ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലേ. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മലക്കുകളെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുമ്പോൾ അവരെക്കുറിച്ച് എന്താണ് പറഞ്ഞത്? അള്ളാഹുവിൻ്റെ അല്ലേ കൽപ്പനകളെ അതേപടി അനുസരിക്കുന്നവരാണ് മലക്കുകൾ. അവർ അള്ളാഹുവിനെ ഒരിക്കലും എതിര് പ്രവർത്തിക്കാത്തവരാണ് മലക്കുകളിലെ. പക്ഷെ അവരെക്കുറിച്ച് പറയുമ്പോൾ പോലും എന്താ പറഞ്ഞതെന്നറിയോ? യഖാഫൂന റബ്ബഹും മിൻ ഫൗഖിഹിം വയഫ്അലൂന മാ യുഅ്മറൂൻ.
അവരുടെ മീതെയുള്ള ആ റബ്ബിനെ ഭയപ്പെടുന്നവരാണ്. അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അതാണ് മലക്കുകളുടെ ക്വാളിറ്റിയിലെ. മലക്കുകൾ എന്തിനാ ഭയപ്പെടുന്നത്? അവരൊരിക്കലും ഭയപ്പെടേണ്ട ആവശ്യമില്ല അല്ലേ? പക്ഷെ അവർ പോലും ഭയപ്പെടുന്നു. പക്ഷെ മനുഷ്യന്മാർക്ക് ഒരു പേടിയില്ലാണ്ട് ഈ ദുനിയാവിൽ ഇങ്ങനെ ജീവിക്കുന്നില്ലേ? എന്ത് തെറ്റ് ചെയ്യാനും കളവ് പറയാനും എന്ത് വൃത്തികേട് ചെയ്യാനും ഒരു മടിയുമില്ല, ഒരു പേടിയുമില്ല. തോന്നിവാസിയായിട്ട് മനുഷ്യൻ ഇങ്ങനെ ഈ ദുനിയാവിൽ ജീവിക്കുന്നല്ലേ? ആരെക്കുറിച്ച് എന്ത് പറയാനൊരു പേടിയില്ല, ഒരു കുറ്റം പറയാനൊരു പേടിയില്ല, എന്ത് തെറ്റ് ചെയ്യാനൊരു പേടിയില്ല അല്ലേ? ഒരു അനാവശ്യം കാണുന്നതിനൊരു പേടിയില്ല. നാളെ ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടൂലേ? നമ്മളെ കണ്ണുകൾ, നമ്മൾ എന്തിനാ ഈ കണ്ണുകൾ ഉപയോഗപ്പെടുത്തിയത്? നമ്മളെ കാതുകൾ അല്ലെ, എന്തിനാ നമ്മൾ ഈ കാതുകൾ ഉപയോഗപ്പെടുത്തിയത്? നമ്മളെ കൈകാലുകൾ എന്തിനാ നമ്മൾ ഉപയോഗപ്പെടുത്തിയ? ഒക്കെ ചോദ്യം ചെയ്യൂലേ? നമുക്കൊരു പേടിയില്ല, ഒരു പേടിയില്ല. മരണത്തെ ഭയപ്പെടുന്നില്ല, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പേടിയില്ല, മരണാനന്തര ജീവിതം അല്ലെ അവിടുത്തെ വിചാരണയെക്കുറിച്ച് ചിന്തയില്ല, സ്വർഗ നരകങ്ങളെക്കുറിച്ച് ചിന്തയില്ല, സിറാത്ത് പാലത്തെക്കുറിച്ച് ചിന്തയില്ല. അല്ലാഹു അക്ബർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അപ്പം നമ്മൾ അള്ളാഹുവിനെ അല്ലെ, മലക്കുകൾ അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഈ മലക്കുകളുടെ അത്രയും ദർജ പറയുമ്പോൾ മനുഷ്യർക്കുണ്ടല്ലോ, മനുഷ്യർ അള്ളാഹുവിനെ അള്ളാഹു കൽപ്പിച്ച പ്രകാരം സൂക്ഷ്മതയോടുകൂടി മനുഷ്യർ ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ മലക്കുകളെക്കാൾ ഉന്നതരാകാൻ കഴിയും മനുഷ്യന്. സുബ്ഹാനല്ലാഹ്. അതൊന്ന് ആലോചിച്ച് നോക്കില്ലേ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അള്ളാഹു തആല നമുക്ക് അത്തരത്തിലേക്ക് ഉയരാനുള്ള നല്ല ഈമാൻ, നല്ല ഇഖ്ലാസ്, നല്ല തഖ്വ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അതുപോലെ മലക്കുകളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അംബിയാ മുർസലീങ്ങളിലെ അവരും അള്ളാഹുവിനെ ഏറെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. നമ്മുടെ മുഹമ്മദ് നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ അനുമതി കിട്ടുന്ന ആളായിരിക്കും അല്ലേ? പക്ഷെ അവിടെ പോലും എന്താ പറഞ്ഞെന്നറിയാം? ഖുൽ ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അളീം. ഞാൻ എൻ്റെ റബ്ബിനോട് അനുസരണക്കേട് കാണിക്കുന്ന പക്ഷം ആ ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷയെ പറ്റി തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ, സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന വിശ്വാസികളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഈ സൂറത്തുൽ മുൽക്ക് എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സുന്നത്താക്കിയ ഒരു സൂറത്തുണ്ട് അല്ലേ? എല്ലാ ദിവസവും പാരായണം ചെയ്യാൻ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്കും സൂറത്തു സജദയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാതെ കിടക്കാറുണ്ടായിരുന്നില്ല. അതിലൊരു ആയത്തുണ്ട് വിശ്വാസികളെ കുറിച്ച്. വിശ്വാസികൾ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്ന വിശ്വാസികളുടെ ക്വാളിറ്റീസ് അല്ലാഹു തആല പറയുന്നുണ്ട്. എന്താ പറയുന്നത്? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. അവര് അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ ഭയത്തോടെയും പ്രത്യാശയോടെയും അല്ലെ റബ്ബിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് കിടന്നുറങ്ങുന്ന സ്ഥലങ്ങൾ വിട്ട് അകലുന്നതാണ് അവരുടെ ഭാഷകൾ. അതായത് ഉറക്കം കിട്ടൂല അവർക്ക്. അവർ എഴുന്നേറ്റിങ്ങനെ ഓടും അള്ളാഹിൻ്റെ അടുത്തേക്ക്. കിടന്നാലും ഉറക്കം കിട്ടൂല എന്നാ പറയുന്നത്, റബ്ബിനെ ഓർത്തിട്ട് അല്ലേ? ശരിക്കും നമ്മൾ ഓർക്കണം, നമ്മളൊക്കെ രാത്രി കിടന്നാൽ ആ ഒരു പാതിരാ നേരത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞിട്ടില്ലേ, ഒന്നാം ആകാശത്തേക്ക് 7ാം ആകാശത്തിൽ നിന്ന് 1ാം ആകാശത്തേക്ക് തൻ്റെ റബ്ബ് ഇറങ്ങി വരും. എൻ്റെ അടിമകൾ ചോദിക്കുന്ന അടിമകൾക്ക് ഞാൻ നൽകും, പാപമോചനം തേടുന്ന അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കും, അവരെന്താണോ ആവശ്യപ്പെടുന്നത് അതൊക്കെ നൽകും. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നീ എന്നോട് ചോദിക്കും, ഞാൻ നിനക്ക് ഉത്തരം തരാമെന്നുള്ള പറഞ്ഞിട്ട് ആ സമയത്ത് നമുക്ക് ഉണരാനും ആ റബ്ബിനോട് ചോദിക്കാനും നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ സഹോദരിമാരെ? ഏത് പാതിരാത്രി നമ്മൾ ഉറക്കം ഞെട്ടി ഉണർന്നാലും നമുക്ക് എന്ത് ചെയ്യാം? ദുആ ചെയ്യാൻ അവസരമുണ്ട് അല്ലേ? സുബ്ഹാനല്ലാഹ്.
നമ്മൾ ഓരോ ആഴ്ചയിലും ഒരു കുഞ്ഞു ദുആ പറയാറുണ്ട്. കഴിഞ്ഞ ആഴ്ചേൻ്റെ മുത്താഴ്ച റബ്ബി ഔദു ബിക മിൻ ഹമസാത്തി ഷയാത്തീൻ വഔദു ബിക റബ്ബി അൻ യഹ്ളുറു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു ദുആ എന്ന് വെച്ചാൽ ഇത് കുറേ പഠിക്കാനൊന്നുമില്ല, നിങ്ങൾ എപ്പോഴും ചൊല്ലുന്ന ദിക്റുകളിൽ പെട്ടത് തന്നെയാണ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് റബ്ബി ഗ്ഫിർലി. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഒരാൾ ഉറക്കം നെട്ടിയിട്ട് ഇങ്ങനെ ഒരാൾ ചൊല്ലിയാൽ അവൻ്റെ ദുആ അല്ലാഹ് സ്വീകരിക്കും എന്ന് പറഞ്ഞ്. അത് ഏത് സമയത്താണെങ്കിലും, ഉറക്കത്ത് നമ്മൾ സാധാരണ എഴുന്നേൽക്കുന്ന സമയമല്ല, നമ്മൾ പെട്ടെന്ന് ചില സമയത്ത് നമ്മൾ ഞെട്ടി ഉണരൂലേ, ആ സമയത്ത് നമ്മൾ അള്ളാഹിനെ ഓർത്ത് ഈ ദിക്ർ ചൊല്ലി ദുആ ചെയ്താൽ അവൻ്റെ പ്രാർത്ഥന എന്താണെങ്കിലും അള്ളാഹ് സ്വീകരിക്കുന്ന. എന്നിട്ട് ആ സമയത്ത് അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചാലോ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു എന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്തുമാത്രം പ്രതിഫലാന്നല്ലേ. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരണം. ഉറക്കം കിട്ടുന്നില്ല, എന്നിട്ട് രാവിലെ എല്ലാവരോടും അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ആ ഒരു അവസ്ഥയിലല്ല നമ്മൾ ഉണ്ടാവേണ്ടത് അല്ലേ. പലരും പറയും ഇന്നലെ രാത്രി ഉറക്കം നെട്ടി പിന്നെ ഉറക്കമേ കിട്ടിയില്ല, ആകെ ഉറങ്ങാത്തതുകൊണ്ട് വല്ലാത്തൊരിത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ കുറേ അസ്വസ്ഥത നമ്മൾ പറയും. എന്തിനാ നമ്മൾ അങ്ങനെയൊക്കെ അസ്വസ്ഥപ്പെടുന്നത്? നമുക്ക് എന്തൊരു നല്ല ചാൻസാണ് റബ്ബ് തരുന്നതിലെ. ഉറക്കം കിട്ടാതെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് ഉറക്കം കിട്ടാതെ കിടക്കുമ്പോൾ നമുക്ക് എത്ര ദിക്ർ ചൊല്ലുക, എത്ര ദുആ ചെയ്യുക. പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്ന ഒരു സമയമല്ലേ. ആ സമയത്ത് നമ്മൾ ഉണർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു അവസരമല്ലേ, അതൊരു നന്മക്കുള്ളൊരു അവസരമായിട്ട് കണ്ടുകൂടെ. എന്തിനാ നമ്മൾ അസ്വസ്ഥതപ്പെടുന്നതിലേ? നമ്മളെത്ര ഉറങ്ങണം നമ്മളെ റബ്ബിനെ അറിയുമല്ലോ. അങ്ങനെ ഉറങ്ങിയിട്ടില്ല അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ കുറേ ക്ഷീണം, പ്രയാസം, തലവേദന ഇതൊക്കെ നമ്മളെ മനസ്സിൽ ആദ്യമേ ഫിറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെ ഉണ്ടാവും. നമ്മളെ മനസ്സിനോട് നമ്മൾ എന്താണോ പറയുന്നത് അതുപോലെ അനുസരിക്കുന്ന പറയും. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അപ്പം അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അള്ളാഹുവിനെ കുറിച്ചുള്ള ഖുശൂഉള്ള ഒരു വ്യക്തിക്ക് അല്ലേ 5 നേരം ബാങ്ക് വിളിക്കുമ്പോൾ പുരുഷന്മാർക്ക് പള്ളിയിലേക്ക് ഓടണം എന്നുള്ള ചിന്ത അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്കേ ഉണ്ടാവൂ. ആദ്യ സമയത്ത് അവല് വക്തിൽ വേഗം നിസ്കരിക്കണം എന്നുള്ള ചിന്ത സ്ത്രീകൾ അല്ലേ, അത് കഴിയട്ടെ, ഈ പണി കഴിയട്ടെ, ആ പണി കഴിയട്ടെ, എല്ലാം കഴിഞ്ഞ് കുളിച്ച് വൃത്തിയായി എല്ലാം കഴിഞ്ഞ് നിസ്കരിക്കുമ്പോഴേക്കും എപ്പോഴാ നിസ്കരിക്കുക ലുഹറൊക്കെ? ഇപ്പോഴും ലുഹറൊക്കെ വൈകിക്കുന്ന എത്രയോ സ്ത്രീകളുണ്ട്. നഷ്ടമാണ്. നാളത്തെ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടം നമ്മൾ കാണേണ്ടി വരും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. അതിൻ്റെ ആദ്യ സമയം നിസ്കാരം, അതിൻ്റെ ആദ്യ സമയം നിർവഹിക്കുക. വേഗം സ്വർഗത്തിൽ പോകണ്ടേ? നമുക്ക് സ്വർഗത്തിൽ ഏറ്റവും മുകളിൽ കിട്ടണ്ടേ? ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കണ്ടേ? എല്ലാ ആഗ്രഹമുണ്ട്. എന്നിട്ട് എന്തിനാ നിസ്കാരം നമ്മൾ വൈകിപ്പിക്കുന്നത്? എന്തുണ്ടെങ്കിലും കുളിച്ചിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ശരീരത്തിലോ വസ്ത്രത്തിലോ അഴുക്കുണ്ടെങ്കിൽ ആ ഭാഗം കഴുകുക, ആ വസ്ത്രം ഒന്ന് മാറ്റി വേറൊരു വസ്ത്രം ഇടുക അല്ലേ, എന്നിട്ട് വേഗം നിസ്കരിക്കുക. ഇനി പണികളുണ്ടെങ്കിൽ അത് അഴിച്ചു വെച്ചിട്ട് നേരത്തെ പണിയെടുക്കുമ്പോൾ ഇട്ട ഡ്രസ്സ് തന്നെ ഒന്നും കൂടി ഇട്ടിട്ട് ബാക്കി പണി കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ വൃത്തിയാക്കൽ, മീൻ മുറിക്കൽ അല്ലേ, കഴുകൽ, അടുക്കൽ, തൊടുക്കൽ, അലക്കൽ, അങ്ങനെ വീട്ടിലെ എല്ലാ സകല പണിയും കഴിഞ്ഞ് ബാത്റൂമും കഴുകി കുളിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ തളർന്ന് ഒരു വിധമാകുമ്പോൾ ആണ് എന്താക്കാന് നിസ്കാരത്തിലേക്ക് പോകാനല്ലേ. എന്നിട്ടോ മുമ്പിലുള്ള സുന്നത്തും ഉണ്ടാവില്ല, ശേഷമുള്ള സുന്നത്തും ഉണ്ടാവില്ല, ഒരു ഫർള് എങ്ങനെയും കാട്ടിക്കൂട്ടി അങ്ങ് നിസ്കരിക്കുക. പോരാ, അങ്ങനെയൊന്നും ആയാൽ നമ്മൾ പോരാ. അങ്ങനെ അല്ലാത്ത ഒരുപാട് നല്ല സഹോദരിമാരുണ്ടേ. മാഷാ അല്ലാഹ്. നല്ല സമയം കാത്തു നിന്ന് അല്ലേ, ഓരോ നേരത്തെ എടുത്ത് ബാങ്ക് പ്രതീക്ഷിച്ച് നിസ്കാരം പ്രതീക്ഷിച്ച് ഇരിക്കുന്ന എത്രയോ നല്ല സഹോദരിമാരുണ്ട്. മാഷാ അല്ലാഹ്. അങ്ങനെയൊക്കെ ആവണം നമ്മൾ ഓരോരുത്തരും. നന്മയിൽ മുന്നേറുന്നവരല്ലേ നമ്മൾ, അങ്ങനെയല്ലേ നമ്മൾ ആകേണ്ടത്. നമ്മൾ സ്വർഗം കൊതിക്കുന്നവരല്ലേ, സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസ് ആഗ്രഹിക്കുന്നവരല്ലേ. ആഗ്രഹിക്കുക മാത്രമല്ലേ, നമ്മളെപ്പോഴും ചോദിക്കുന്നുണ്ടല്ലേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടെന്താ നമ്മൾ അതിനു വേണ്ടി ഒന്നും ചെയ്യാത്തത്? ഇപ്പം നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇതൊക്കെ ഖുശൂഇൻ്റെ ഭാഗമാണ്, അദൃശ്യമായി റബ്ബിനെ ഭയപ്പെടുന്നതിൻ്റെ ഭാഗമാണ്. സക്കാത്തിൻ്റെ വിഷയത്തിൽ അല്ലേ, സൂക്ഷ്മതയുള്ളവർക്ക് മാത്രമേ സമ്പത്തിൽ നിന്ന് സക്കാത്ത് നൽകണം എന്നുള്ള ചിന്ത ഉണ്ടാകൂ, കുടുംബ ബന്ധം പാലിക്കൂ അല്ലേ. അള്ളാഹുവിന് ഭയപ്പെടുന്ന ആളുകൾ ഒരിക്കലും വ്യഭിചരിക്കൂല, മദ്യപിക്കൂല, ഏഷണി പരദൂഷണം പറയൂല, പലിശ ഇടപാടുകളിൽ ഏർപ്പെടൂല.
ഇങ്ങനെയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഒഴിവായവരായിരിക്കും അള്ളാഹുവിനെ ഭയപ്പെടുന്നവർ. അങ്ങനെയുള്ളവർക്കേ എന്ത് സാധ്യമാകുള്ളൂ? സ്വർഗപ്രവേശനം സാധ്യമാകുള്ളൂ. അതുകൊണ്ട് ആ രീതിയിലേക്ക് നമ്മൾ ഉണരണം. ഭൗതികതയിൽ നമ്മൾ മുങ്ങിപ്പോകാൻ പാടില്ല. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. നമുക്ക് അടുത്ത ആയത്തിലേക്ക് പോകാം. وَأَسِرُّوا قَوْلَكُمْ أَوِ اجْهَرُوا بِهِ إِنَّهُ عَلِيمٌ بِذَاتِ الصُّدُورِ. വഅസിറു, നിങ്ങൾ രഹസ്യമാക്കുക, പതുക്കെ ആക്കിയാലും, ഖൗലക്കും നിങ്ങളുടെ വാക്ക്, അവിജ്ഹറു അല്ലെങ്കിൽ ഉച്ചത്തിലാക്കിയാലും പരസ്യമാക്കിയാലും, നിങ്ങൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്താലും നിങ്ങളുടെ വാക്കുകൾ, ഇന്നഹു നിശ്ചയമായും അവൻ, അലീമുൻ അറിയുന്നവനാണ്, ബിദാത്തി സുദൂർ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളതിന്. ഇതും തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയം, തഖ്വയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്. അതായത് നേരത്തെ നമ്മളോട് അല്ലാഹു തആല പറഞ്ഞ്, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, അല്ലേ? അള്ളാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുന്നവർക്ക് അല്ലാഹു തആല ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ, മഹത്തായ പ്രതിഫലവും പാപമോചനവും ഉണ്ട് എന്ന് പറഞ്ഞു. സൂറത്ത് യാസീനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നമാ തുൻസിറു മൻ ഇത്തബഅ ദിക്റ വഖശിയ റഹ്മാന ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കരീം, അങ്ങനെയല്ലേ അവിടെയും ഖശിയ റഹ്മാന ബിൽ ഗൈബ വരുന്നത്, പരമകാരുണികനായ റബ്ബിനെ അദൃശ്യമായ രീതിയിൽ ഭയപ്പെടുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇവിടെ എന്താ അല്ലാഹു തആല പറയുന്നറിയോ? ഇനിയിപ്പം നിങ്ങൾ വഅസിറു നിങ്ങൾ രഹസ്യമാക്കി, അതല്ലെങ്കിൽ ഖൗലക്കും നിങ്ങളുടെ വാക്ക്, അവിജ്ഹറു നിങ്ങൾ ഒച്ചത്തിലാക്കി, എന്താണെങ്കിലും, ഇന്നഹു അലീമും ബിദാത്തി സുദൂർ നിശ്ചയമായും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അറിയുന്നവനാകുന്നു. നമ്മളെ ഹൃദയത്തിനുള്ളിലുള്ളത് അറിയുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇവിടത്തെ ലോകത്ത് ചിലപ്പം ചില കാര്യങ്ങൾ നമുക്ക് രഹസ്യമാക്കി വെക്കാൻ പറ്റുമായിരിക്കും, അല്ലേ? പക്ഷെ നാളത്തെ ഒരു ലോകമുണ്ട്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അതാണ് എല്ലാ റബ്ബ് അറിയുന്നുണ്ട് നമ്മളോട് പറയുന്നത്. ഇനി എന്തൊക്കെ മറച്ചു വെച്ചാലും ഒരു ദിവസം വരാനുണ്ട്, അല്ലേ? അന്ന് എന്താ സംഭവിക്കാന്നറിയോ? യൗമ തുബ്ലസ് സറായിർ, അല്ലേ? യൗമ തുബ്ലസ് സറായിർ എന്താണ്? രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. അന്ന് നമ്മളെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച ഉദ്ദേശങ്ങളും വിശ്വാസങ്ങളും എല്ലാം മറനീക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊണ്ടുവരപ്പെടുന്ന ഒരു ദിവസം. അന്ന് നല്ലതും ചീത്തയും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ വേർതിരിക്കും. സുബ്ഹാനല്ലാഹ്. നമ്മളെ ഹൃദയത്തിനുള്ളിലുള്ള ആ രഹസ്യങ്ങൾ പരിശോധിക്കപ്പെടുന്ന ദിവസം. അന്ന് ഹൃദയത്തിലുള്ള നന്മ തിന്മകളൊക്കെ മുഖത്ത് പ്രകടമാകുന്ന പറയുന്നു. സുബ്ഹാനല്ലാഹ്, അല്ലേ? യൗമ തബിയദ്ദു വുജൂഹും വതസ്വദ്ദു വുജൂഹും പറഞ്ഞിട്ടില്ലേ? ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറുക്കുകയും ചെയ്യുന്ന ദിവസം. ഇവിടെ തിന്മകളെ മറച്ചു വെച്ച് ആരും അറിയുന്നില്ല, അല്ലേ? ഉപ്പ ഉമ്മ അറിയുന്നില്ല, ഭാര്യ ഭർത്താവ് അറിയുന്നില്ല, മക്കൾ അറിയുന്നില്ല, അങ്ങനെ വിചാരിച്ച് നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്യും. ഇന്ന് തിന്മകൾ ചെയ്യാൻ അല്ലേ ഭയങ്കര എളുപ്പമാണ്. നമ്മളെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായാൽ മതി. എല്ലാ മനുഷ്യന്മാരെയും ഫിത്നയിലാക്കുന്ന ഒരു വലിയൊരു ഫിത്നയാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നല്ലതിന് വേണമെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് ഇതിനെ ഉപയോഗപ്പെടുത്താം, ചീത്തക്ക് വേണമെങ്കിൽ ഏറ്റവും മോശമായതിനു വേണ്ടിയിട്ട് ഇത് ഉപയോഗപ്പെടുത്താം. എല്ലാ കാര്യങ്ങൾക്കും രണ്ട് ഉപയോഗമുണ്ട്, അല്ലേ? എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട്. അപ്പം നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നമുക്ക് നാളത്തെ നമ്മളുടെ ജീവിതത്തിലുള്ള അവസ്ഥകൾ. അപ്പം ഇവിടെ ഇന്നഹു അലീമും ബിദാത്തി സുദൂർ അല്ലാഹു തആല നമ്മളോട് പറയും, അവൻ ഹൃദയങ്ങളിലുള്ള രഹസ്യങ്ങൾ ഒക്കെ അവൻ അറിയും, അല്ലേ?
നമ്മളെ സ്വകാര്യ ജീവിതത്തിൽ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾ, നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വികാരങ്ങൾ, ഉദ്ദേശങ്ങൾ, അല്ലേ, എല്ലാം സുബ്ഹാനല്ലാഹ് റബ്ബറിയാത്തതായിട്ട് ഒന്നുമില്ല. ഒന്നും ഇന്ന് ചിലപ്പോൾ ഒരു പക്ഷേ ആരും അറിയാതെ പോയേക്കാം, അല്ലേ? പക്ഷെ നാളത്തെ ലോകത്ത് അത് പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. ഒന്നും മറഞ്ഞു പോകൂല. യൗമ ഇദിൻ തുഅറദൂന ലാ തഖ്ഫാ മിൻകും ഖാഫിയ. എല്ലാം പ്രദർശിപ്പിക്കപ്പെടുന്ന പറയുന്നു. ഒന്നും മറഞ്ഞതായിട്ടുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. അല്ലേ? അന്നത്തെ ദിവസം നമ്മളെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസ്യരായിത്തീരുന്ന ആ ഒരു നിന്ദ്യമാക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അള്ളാഹു നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. മനുഷ്യരാണ്, മനുഷ്യ സഹജമാണ്, തെറ്റുകൾ വന്നേക്കാം. പക്ഷേ അതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ പാടില്ല. വിശ്വാസികൾ വന്നുപോയ തെറ്റുകൾ പെട്ടെന്ന് അള്ളാഹിൻ്റെ അടുത്ത് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അതിനെ ഡിലീറ്റ് ചെയ്ത് ക്ലിയർ ചാറ്റ് ചെയ്ത്, അല്ലെ, ആ സ്ഥാനത്തേക്ക് എന്ത് കൊണ്ടുവരണം? ഒരുപാട് നന്മകൾ കൊണ്ടുവരണം. അപ്പം തിന്മകളൊക്കെ പോവും, നന്മകളാക്കി മാറ്റിക്കൊണ്ടുവരണം, അല്ലേ? അന്ന് എല്ലാം അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ വഹുസ്സില മാ ഫിസ് സുദൂർ. ഹൃദയത്തിനുള്ളിലുള്ളത് പുറത്ത് കൊണ്ടുവരപ്പെടുന്ന ദിവസം. ഇന്ന റബ്ബഹും ബിഹിം യൗമ ഇദിൻ ലഖബീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതാ പറയുന്നത്, റബ്ബ് അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാണ്. ഹൃദയത്തിലുള്ളതൊക്കെ പുറത്തു കൊണ്ടുവരും, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഇതൊക്കെ തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആ ഒരു വിഷയമാണ്. അപ്പം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മേൽ നിർബന്ധമായ ഒരു ബാധ്യതയാണെന്ത്? തഖ്വ എന്നുള്ളത്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അല്ലേ? അള്ളാഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി ഊസിയക്കും ബിത്തഖ്വല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലേ, പിന്നെ സഹാബാക്കളോടായിട്ട് പറഞ്ഞതാണിത്. നിങ്ങളെ ഞാൻ തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. മുആദ് റളിയല്ലാഹു അൻഹുവിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യമനിലേക്ക് പിന്നെ അയച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്. നീ എവിടെയായിരുന്നാലും തഖ്വ പാലിക്കുക, സൂക്ഷിക്കുക, അള്ളാഹുവിനെ സൂക്ഷിക്കുക, അല്ലേ? പ്രവാചകന്മാർ മുഴുവൻ പ്രബോധനം ചെയ്തത് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക, അല്ലെ, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതായിരുന്നു. അതിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞ വിഷയമാണെന്ത്? ഫത്തഖുല്ലാഹ വഅതിഊൻ, അല്ലേ? ഏതാണ് സൂറത്ത്? ഈ ഒരു വചനം ആവർത്തിച്ച് വരുന്നുണ്ട് അവിടെ. ഓരോ പ്രവാചകന്മാരുടെയും ഇതായിട്ട് പറയുമ്പോൾ നൂഹ് നബി, ഹൂദ് നബി, സ്വാലിഹ്, ലൂത്ത്, ശുഐബ്, ഈസാ നബി അലൈഹിസ്സലാം, ഈ പ്രവാചകന്മാരെല്ലാം സമുദായങ്ങളോട് പറഞ്ഞത് എന്താ അറിയോ? ഫത്തഖുല്ലാഹ വഅതിഊൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുക, എന്നെ അനുസരിക്കുക. അതായത് പ്രവാചകന്മാരെ, അല്ലേ? അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് തന്നെ വീണ്ടും പോകുന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ച് ജീവിക്കുന്നതിലാണ് നമുക്ക് ഈ ദുനിയാവിലും നമുക്ക് ആസ്വാദനം കിട്ടും, പരലോകത്തും നമുക്ക് ആസ്വാദനം കിട്ടും. ദുനിയാവിലും ആസ്വാദനം കിട്ടും, പരലോകത്തും ആസ്വാദനം കിട്ടും. അപ്പം നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ ആ വസിയത്ത് നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരിക, ജീവിതത്തിൽ പാലിക്കുക. ഈ ദുനിയാവിലെ ജീവിതം അത് തീർന്നു പോകുന്നതാണ്, അല്ലേ? ഒരിക്കലും അവസാനിക്കാത്ത, എന്നെന്നും നിലനിൽക്കുന്ന ശാശ്വതമായ ലോകം എന്ന് പറയുന്നത് അത് പരലോകമാണ്. അപ്പം ഇവിടത്തെ നമ്മളുടെ ജീവിതം ഏതു നിമിഷവും അവസാനിക്കാം, അല്ലേ? പക്ഷേ അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്, അള്ളാഹിനെ കണ്ടുമുട്ടേണ്ടവരാണ് എന്ന ആ ഒരു ചിന്ത നമുക്കുണ്ടാകണം. ഇൻഷാ അള്ളാഹ് നമുക്ക്
അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അടുത്ത 2 ആയത്തുകളും ഈ ഒരു തഖ്വയുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റഹ്മാനായ റബ്ബിനെ ഏറ്റവും നല്ല രൂപത്തിൽ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഭക്തിയുള്ള, ഖുശൂഉള്ള, തഖ്വയുള്ള യഥാർത്ഥ മുഅ്മിനീങ്ങളായി ഈ ദുനിയാവിൽ ജീവിച്ച് മരിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, നിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അല്ലാഹുവേ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഞങ്ങൾക്കെല്ലാവർക്കും നീ തൃപ്തിപ്പെടുന്ന, നീ ഇഷ്ടപ്പെടുന്ന സച്ചരിതരായ നല്ല അടിമകൾ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സൂക്ഷ്മത പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തഖീങ്ങളായി ദുനിയാവിൽ ജീവിച്ചു മരിക്കുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ നിന്റെ മഹത്തായ ഫضل കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള നല്ല തൗഫീഖ് റഹ്മാനായ റബ്ബേ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ ഈമാനികമായ അന്തരീക്ഷം നീ എപ്പോഴും നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും വരും തലമുറകളെയും അല്ലാഹുവേ പൈശാചികമായ എല്ലാ തിന്മകളിൽ നിന്നും കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിന് അർഹത നേടിയെടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് മുമ്പേ ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അല്ലാഹുവേ അവർ ഇന്ന് ഖബറുകളിലാണ്. അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി സ്വർഗപ്പൂങ്കാവനത്തിൻ്റെ കവാടങ്ങൾ തുറന്നു നൽകി അവരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ട് സ്വർഗത്തിൽ കഴിയാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ കത്തിയാളുന്ന നരകശിക്ഷയെ തൊട്ട് റഹ്മാനായ റബ്ബേ ഞങ്ങളെല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. جزاك الله خير. السلام عليكم ورحمة الله. وأنتم جزاكم الله خيرا.